what is a warehouse? What are the different process of warehouse management? Warehouse is a place where we store the goods. അല്ലെങ്കിൽ ഒരു building where we store the goods. So you will think what is the difference between a warehouse and a godown? Godown എന്ന് പറയുന്നത് hazardous ആയിട്ടുള്ള goods store ചെയ്യുന്ന സ്ഥലമാണ് godown. It is mostly used by the retailers for storing agricultural products and seasonal products. Warehouse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ systematically run ചെയ്യുന്നതാണ് warehouse. അതിനകത്ത് certain process ഉണ്ട്. Receiving ഉണ്ട്, put away ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, പിക്കിംഗ് ഉണ്ട്, പാക്കിംഗ് ഉണ്ട്, അങ്ങനെ പല പ്രോസസ്സും നമ്മൾ വെയർ ഹൗസിൽ കാണാം. പക്ഷേ ഇൻ എ ഗോ ഡൗൺ ദർ വിൽ ബി നോ പ്രോസസ്. ദേ സിംപ്ലി ഡംപിംഗ് ദ ഗുഡ്സ് ആൻഡ് delivering the goods. There are certain documents also we are using in a warehouse. In a warehouse, the goods will be stored in a systematic manner, but in a godown, the goods will not be stored in a systematic manner. Most commonly, the godowns are found in urban areas and commercial districts, but the warehouse is mostly commonly found in logistics hubs and industrial areas. Warehouse managers, logistics providers, inventory managers streamline the warehouse management process like product tracking, efficiently running the inventory levels, etc. So, നമ്മൾ warehouse എന്താണെന്നും what is the difference between warehouse and godown എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. So next we will go through what are the different process of warehouse management. The process is divided into 6 steps: receiving, put away, storage, picking, packing and shipping. The first process of warehouse management is receiving. So receiving എന്താണ്? ഫസ്റ്റ് മെയിൻ ഫങ്ഷൻ ഓഫ് വെയർഹൗസ് മാനേജ്മെന്റ് ആണ് റിസീവിങ്. ഒരു റിസീവർ വെയർഹൗസിനകത്തോട്ട് ഗുഡ്സ് വരുമ്പം ഫസ്റ്റ് അത് എന്ത് ചെയ്യണം? ഗുഡ്സ് റിസീവ് ചെയ്യണം, ഗുഡ്സ് അൺലോഡ് ചെയ്യണം. അൺലോഡ് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് ചെക്ക് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യണം. വെദർ ദർ ഈസ് എനി ഡാമേജ്, എന്തെങ്കിലും ക്വാണ്ടിറ്റിയിൽ കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്സ് സ്റ്റോറേജ് ഏരിയയിലോട്ട് മാറ്റുക. സോ ദ ഫസ്റ്റ് പ്രോസസ് ഈസ് റിസീവിങ്. ദ സെക്കൻഡ് പ്രോസസ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ്, put away. The goods received will be moved from the receiving area to the storage area. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്തു. പലതരം ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ടാവും, പല കമോഡിറ്റി ഗുഡ്സ് ഉണ്ടാവും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് സ്റ്റോറേജ് ഏരിയയിലോട്ട് മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്ത് വെക്കുന്നതിനെയാണ് പുട്ട് അവേ എന്ന് പറയുന്നത്. ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് വെയർഹൗസ് മാനേജ്മെൻറ്റ് ഈസ് സ്റ്റോറേജ്. എന്താണ് സ്റ്റോറേജ്? നമ്മൾ റിസീവ് ചെയ്തു, പുട്ട് അവേ ചെയ്തു, സോർട്ട് ഔട്ട് ചെയ്തു. ഇനി അതെന്ത് ചെയ്യണം? നമ്മൾ സെർട്ടൈൻ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയയെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കണം. സോ വി ആർ യൂസിങ് സെർട്ടൈൻ എക്യുപ്മെന്റ്സ് ഫോർ സ്റ്റോറിങ് ദ ഗുഡ്സ്. ദർ വിൽ ബി പാലറ്റ് ട്രാക്സ്. ആ പാലറ്റ് ട്രാക്സിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഗുഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി ഡൺ എ സിസ്റ്റമാറ്റിക് മാനർ. വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈസ് റിസീവിങ്, വാട്ട് ഈസ് പുട്ട് അവേ, വാട്ട് ഈസ് സ്റ്റോറേജ്. ഗുഡ്സ് റിസീവ് ചെയ്തു, ഗുഡ്സ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് സ്റ്റോറേജ് ഏരിയയിലോട്ട് കീപ്പ് ചെയ്തു, പിന്നെ അത് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി അതെന്ത് ചെയ്യണം? പിക്ക് ചെയ്യണം. അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ ഓർഡർ, ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമർ ഓർഡറിൻ്റെ പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്സ് പിക്ക് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ദ എക്സ്പെൻസീവ് പ്രോസസ്. ഏറ്റവും ലേബേഴ്സിനെയും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അല്ലെങ്കിൽ പ്രോസസ്സാണ് പിക്കിംഗ് എന്നുള്ളത്. പാക്കിംഗ് എന്താണ്? നമ്മൾ ഗുഡ്സ് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കുക. പാക്ക് ചെയ്താൽ മാത്രം മതിയോ? There is need of labeling also. Without there is no information, we should not pack the goods and deliver the goods to the customers. ഒരു ഗുഡ്സ് പാക്ക് ചെയ്യുമ്പം പാക്കിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ പാക്കിംഗ് സ്ലിപ്പ്, അതിൻ്റെ വെയിറ്റ് ആ പാക്ക് ചെയ്യുന്ന ആൾ ചെക്ക് ചെയ്തിരിക്കണം. റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റാഫിന് എന്ത് ചെയ്യണം? ഗുഡ്സ് ഫൈനലൈസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം? കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കണം. സോ ഹി വാണ്ട് ടു ചൂസ് ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ആക്യുറേറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ചൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി? ആ ഗുഡ്സ് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി. സോ ദർ വിൽ ബി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ: റോഡ് ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, സീ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എയർ ട്രാൻസ്പോർട്ടേഷൻ. സോ ആക്യുറേറ്റ് ആയിട്ടുള്ള ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ്സ് കസ്റ്റമറിൻ്റെ അടുത്ത് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ഷിപ്പിംഗ്. These are the different process of warehouse management: receiving, put away, storage, picking, packing and shipping. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വെയർഹൗസ് എന്താണെന്നും വെയർഹൗസും ഗോഡൗണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും
എന്തൊക്കെയാണ് വെയർ ഹൗസിൽ നടക്കുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ വൈഡർ ടോപ്പിക്കാണ്. നമുക്കിത് മാത്രമല്ല ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് വെയർ ഹൗസ്, എന്താണ് അതിൻ്റെ പ്രോസസ്സ്, അത് മാത്രമല്ല അതിനകത്ത് കുറേ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് വെയർ ഹൗസ്, എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ ആണ് വെയർ ഹൗസിനകത്ത് ചെയ്യുന്നത്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് വെയർ ഹൗസിനകത്ത് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ കവർ ചെയ്യാം.